Hi friends, welcome to SHAHNAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായി വളരെ ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള 1 കിലോനോളം വരുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതും 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള സുർക്ക ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ സുർക്കയാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഇനി ഇത് എല്ലാം കൂടെ കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ വശത്തും ചിക്കൻ്റെ എല്ലാ വശത്തും മസാല ഒക്കെ എത്തുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന കുഞ്ഞ് ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് ഞാനിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇതിന് നമ്മുടെ മസാലയൊക്കെ അതിൽ നന്നായി പിടിക്കും. ഇതാ ഇപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിത് പൊരിക്കാനുള്ള ബാക്കി പരിപാടികൾ നോക്കാം. ഇതിനായി ഞാനിപ്പോൾ 2 മുട്ടയിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നല്ല തണുത്ത വെള്ളമാണ്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് എടുത്തിട്ട് ആദ്യം നമ്മുടെ ഈ മുട്ടക്കൂട്ടിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മൈദയിലൊന്നിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. നന്നായി കോട്ട് ചെയ്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന തണുത്ത വെള്ളത്തിലേക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വീണ്ടും ഒന്ന് കോട്ട് ചെയ്യുക. ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ ചിക്കൻ കിട്ടുക. ഇത് ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ വെക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓരോ പീസ് ചിക്കനായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പിയായ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിത് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വരും. നമുക്ക് ഈ ചിക്കൻ മയണൈസിൻ്റെ കൂടെയും ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ആ ഡബിൾ കോട്ടിങ് കാരണമാണ് നമ്മുടെ ഈ ചിക്കന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുന്നത്. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനിത് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ.